അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരും SLC കഴിഞ്ഞിരിക്കുന്ന 10 എക്സാം CBSE ആവട്ടെ ICSE ആവട്ടെ ഏതാവട്ടെ എല്ലാവരും എന്തെടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. പലരും പല സബ്ജക്റ്റും സജസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും 10 ഫുൾ A+ ഉണ്ട്, 10ന് 10 A+ ഉണ്ട് എന്നുണ്ടെങ്കിൽ സയൻസ് എടുക്കുന്നു, കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നു, അതിലും കുറവാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. അങ്ങനെ ഒരു ഫിക്സഡ് ആണല്ലേ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ കൊമേഴ്സ് എടുത്തു അതുകൊണ്ട് ഞാൻ കൊമേഴ്സ്, അല്ലെങ്കിൽ ചേച്ചിക്ക് സയൻസ് എടുത്തു അതുകൊണ്ട് ഞാനും സയൻസ്, അങ്ങനെ ഒരു രീതിയായിരിക്കാം. അല്ലെങ്കിൽ അമ്മ സയൻസ് എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സയൻസ് എടുത്തു. അങ്ങനെ ഒരു രീതിയിലാണ് മിക്ക കുട്ടികളും നമ്മൾ സയൻസ് കൊമേഴ്സ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും ഇങ്ങനെ മറ്റൊരാളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് അത്രയും പറ്റുന്ന കോഴ്സ് ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ, ഇപ്പോൾ ഞാൻ +2 10 കഴിഞ്ഞ സമയത്തിൽ എൻ്റെ മനസ്സിലൊരു ഒരാഗ്രഹം, അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനതുപോലെ കൊമേഴ്സ് എടുത്തു. അപ്പോൾ എല്ലാവരുടെ മനസ്സിലും ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇത് എടുക്കാം. ഓക്കെ, അപ്പോൾ അതായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അതായിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 സബ്ജക്റ്റിനെ പറ്റിയിട്ട്, ഈ 3 സബ്ജക്റ്റ് അല്ല, ഇതിന് പിന്നെയും സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഫുൾ നല്ലപോലെ മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ്, ഇത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇതിൻ്റെ സബ്ജക്ട്സൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണോ, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുക. +1 +2ൻ്റെ മാർക്കാണ്. എല്ലാവർക്കും അറിയാം നമ്മൾ +1ലും +2ൻ്റെ മാർക്കാണ് എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ ഹയർ സ്റ്റഡീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഇനി എന്ത് ജോലിയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് വരുന്നത് ഈ +1 +2ൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ +1ൻ്റെയും +2ൻ്റെയും മാർക്ക് ഒന്നും കൂടിയിട്ട് ഓർമ്മിപ്പിച്ച് പറയുവാണ് എല്ലാവരോടും. 10 കഴിഞ്ഞ് നിൽക്കുന്നവർക്കൊക്കെ ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ കുറവായിരിക്കും. എല്ലാവരും മനസ്സിലാക്കാനായിട്ട് പറയുവാണ്. +1ൻ്റെയും +2ൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൽ ടോട്ടൽ മാർക്ക് വരുന്നത്. ഓക്കെ, ഒരിക്കലും +1 +2ൻ്റെ മാത്രം മാർക്കല്ല, 2 സബ്ജക്റ്റ് 2 ഇയറിൻ്റെയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ +2ൽ വരുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കൊമേഴ്സ് എന്താണ്, കൊമേഴ്സ് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, എക്സാം എത്ര മാർക്കിനാണ്, അതുപോലെ ലാബ് എക്സാം ഉണ്ടോ, ഓക്കെ ലാബ് എക്സാം ഉണ്ടോ, പിന്നെ നമുക്ക് അക്കൗണ്ടൻസി എങ്ങനെയാണ്, അതുപോലെ എത്ര സബ്ജക്ട്സ് ആണ് ഉള്ളത്, ഏതൊക്കെയാണ് ആ സബ്ജക്ട്സ്, അതൊക്കെയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും +1 +2കാർക്ക് കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ +2 ഇപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് മാത്രമല്ല, നിങ്ങൾ ഇനിയിപ്പോൾ +1 +2 എക്സാം എഴുതുന്ന ടൈമിലും ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ 10 വരെ പഠിച്ചതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൊമേഴ്സ് എന്ന് പറയുമ്പോൾ. ഇപ്പം നമ്മൾ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 10ൽ പഠിച്ചതിൻ്റെ ബാക്കി സയൻസും അതുപോലെ തന്നെ 10 വരെ പഠിച്ചതിൻ്റെ മാത്സിൻ്റെ അതിൻ്റെ ബാക്കിയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബേസ് ഉണ്ട്, നമുക്ക് സയൻസിൻ്റെ മാത്സിനെ പറ്റിയിട്ടൊക്കെ ഒരു ബേസ് ഉണ്ട്. ബട്ട് നമ്മുടെ കൊമേഴ്സ് അങ്ങനെയല്ല. നമ്മൾ +1 +2 കൂടെയാണ് നമ്മൾ എന്തുണ്ടാക്കാൻ പോകുന്നത്, ബേസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, അതിൻ്റെ ഉള്ളടക്കം ഓരോ സബ്ജക്റ്റിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയാണോ നമുക്കൊന്നും അറിയത്തില്ല. ഓക്കെ, അങ്ങനൊരു സബ്ജക്റ്റാണ് കൊമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം നോക്കാം എത്ര സബ്ജക്റ്റാണ് കൊമേഴ്സിലുള്ളത് എന്ന്. നമ്മുടെ കൊമേഴ്സിൽ 6 സബ്ജക്ട്സാണ്. നമ്മുടെ എല്ലാ സബ്ജക്റ്റിനും പോലെ തന്നെയാണ് സയൻസിൽ 6 തന്നെയാണ്, അതുപോലെ തന്നെയാണ് അവിടെ 6 സബ്ജക്ട്സാണുള്ളത്. 6 സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം വരുന്നത് അക്കൗണ്ടൻസി, പിന്നെ വരുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, ബിസിനസ് സ്റ്റഡീസ്, പിന്നെ വരുന്നതാണ് എക്കണോമിക്സ് വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ നമുക്കൊരു സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ സബ്ജക്റ്റാണ്. അത് ഓരോ സ്കൂൾസിലും ഓരോ സബ്ജക്ട്സ് ആയിരിക്കും. ചില സ്കൂൾസിൽ വന്നിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആവാം, ചില സ്കൂൾസിൽ പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ ചില സ്കൂൾസിൽ വന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്,
പിന്നെ ചിലത് മാത്സ് ആണ്. അത് ഓരോ സ്കൂളിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഓരോ സ്കൂൾസിൽ ഓരോന്നാണ്, അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ സ്കൂൾസിൽ വരുന്നത് ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് നോർമലി വരുന്നത്. ഓരോ സ്കൂൾസിൽ ഓരോന്നാണ്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് 1 അക്കൗണ്ടൻസി എങ്ങനെയാണ്, പ്ലസ് 2 അക്കൗണ്ടൻസി എങ്ങനെയാണ്, ലാബ് എക്സാം എങ്ങനെയാണ്, പ്ലസ് 1 പ്ലസ് 2 ലാബ് എക്സാം ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ലാംഗ്വേജിൽ ഇംഗ്ലീഷിലും ഇംഗ്ലീഷൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു 4 സബ്ജക്റ്റ്, ഈ ഒരു 3 സബ്ജക്റ്റാണ് ഏറ്റവും മെയിൻ സബ്ജക്ട്സ്. ഈ 3 സബ്ജക്ട്സാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിപ്പോൾ ഡിഗ്രിക്കൊക്കെ ഇപ്പോൾ BCom BBA ഒക്കെയാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടൻസിയുടെയും ബിസിനസ് സ്റ്റഡീസിൻ്റെയും മാർക്കായിരിക്കും നോക്കുന്നത്. ഓക്കെ, അതിന് എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ സബ്ജക്റ്റും പ്ലസ് 1 എങ്ങനെയാണ്, പ്ലസ് 2 എങ്ങനെയാണ്, ഈസി ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ അക്കൗണ്ടൻസി വന്നിട്ട് നമ്മുടെ അക്കൗണ്ടൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ CA, ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ AFS എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ AFS എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂൾസിലായിട്ട് ഓരോ സ്കൂൾസ് അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ചില സ്കൂൾസിൽ AFS ആയിരിക്കും, CA ആയിരിക്കും. രണ്ടായാലും പ്രശ്നമല്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്, വലിയ പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് AFSൻ്റെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും അക്കൗണ്ടൻസിയുടെ 80 മാർക്കിനും CAയുടെ എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും 60 മാർക്കിനും ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടർ അത് പ്ലസ് 1 ഓക്കെ, പ്ലസ് 1 നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ ഒന്നും പഠിക്കുന്നില്ല, രണ്ടുപേരും ഒരുപോലത്തേക്ക് തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, CAക്കാരും AFSകാരും ഒരുപോലെ തന്നെയാണ് പഠിക്കുന്നത്. ദെൻ പ്ലസ് 2 വന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ അക്കൗണ്ടൻസി നമ്മൾ 40 മാർക്കിനാണ് പ്ലസ് 2 എക്സാം എഴുതുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെന്നുള്ളവർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് 20 മാർക്കിന് എഴുതും. ഓക്കെ, അങ്ങനെയാണ് 60 മാർക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് AFS ആരാണ് 40 മാർക്കിന് നോർമൽ അക്കൗണ്ടൻസി. ഇതിവർ രണ്ടുപേരുടെയും ക്വസ്റ്റ്യൻ പേപ്പർ സെയിം തന്നെ ആയിരിക്കും. പിന്നീട് മാർക്കേ ഉള്ളൂ. A പാർട്ടും B പാർട്ടും എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ A പാർട്ടും B പാർട്ടും എന്ന് പറഞ്ഞ് കൊടുത്തേക്കും. അതിൽ 40 മാർക്കിന് നോർമൽ അക്കൗണ്ടൻസിയും 20 മാർക്കിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അപ്പോൾ AFS ആണെന്നുണ്ടെങ്കിൽ 40 മാർക്കിന് നോർമൽ അക്കൗണ്ടൻസിയും 40 മാർക്കിന് തന്നെയാണ് പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ദെൻ ബാക്കി ഇതിവർക്ക് ഇപ്പോൾ 80 മാർക്കായി, ബാക്കി വരുന്നത് 20 മാർക്കാണ്. 20 മാർക്ക് നമുക്കറിയാം ഇൻറ്റേർണൽ മാർക്കാണ് വരുന്നത്. ബട്ട് ഇവിടുത്തെ 20 മാർക്ക് ഇവിടെ പോയി ഇവിടുത്തെ 20 CAക്കാർക്ക് ഇവിടുത്തെ 20 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രാക്ടിക്കൽ എക്സാം ആണ് വരുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ വരുന്നത് നമ്മുടെ 20 മാർക്കാണ്, ഇൻറ്റേർണലിന് 20 മാർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ കാര്യം വരുന്നത്. ഫസ്റ്റ് ഇയറിൽ അക്കൗണ്ടൻസിക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ല. ഫസ്റ്റ് ഇയറിലതും സെക്കൻഡ് ഇയറിലതും കൂട്ടിയിട്ട് പ്ലസ് 2 നമുക്ക് 40 മാർക്കിനാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ചോദിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലസ് 2 20 മാർക്കും അതുപോലെ തന്നെ പ്ലസ് 1 20 മാർക്കും കൂട്ടിയിട്ട് 40 മാർക്കിനാണ് അക്കൗണ്ടൻസി നമുക്ക് പ്ലസ് 2 പ്രാക്ടിക്കൽ എക്സാം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് ബിസിനസ് സ്റ്റഡീസ് ആണ്. നമുക്ക് പ്ലസ് 1 പ്ലസ് 2 80 മാർക്കിന് തന്നെയാണ് എക്സാം വരുന്നത്. പ്ലസ് 1 ആണോ പ്ലസ് 2 ആണോ ഈസി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എൻ്റെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് പ്ലസ് 2 ആണ് കുറച്ചും കൂടിയിട്ട് ഈസി എന്ന് തോന്നുന്നു. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് കുറച്ചും കൂടിയിട്ട് പ്ലസ് 2 ആണ് ബിസിനസ് സ്റ്റഡീസ്. അക്കൗണ്ടൻസിയിൽ പ്ലസ് 1 ആണോ പ്ലസ് 2 ആണോ ഈസി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്ലസ് 2 തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്ലസ് 1 നമ്മൾ അക്കൗണ്ടൻസി അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്ലസ് 1 അല്ലേ. അപ്പം നമുക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് ടീച്ചർ പറയുമ്പോഴാവട്ടെ പഠിപ്പിക്കുമ്പോഴാവട്ടെ ഒന്നും മനസ്സിലാവത്തില്ല. കാരണം നമുക്ക് അക്കൗണ്ടൻസി സബ്ജക്റ്റ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും നമുക്ക് പലപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ മനസ്സിലാവാറില്ല. ബട്ട് പ്ലസ് 2 ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഐഡിയ വരും, അതുപോലെ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വരുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലസ് 1 എക്കണോമിക്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എക്കോണമി എന്നും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പ്ലസ് 1 എക്കണോമിക്സിനെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദെൻ പ്ലസ് 2 എക്കണോമിക്സിനാണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. രണ്ടും ഒരു പേപ്പർ തന്നെയാണ്, ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നേ ഉള്ളൂ.
ഓക്കെ, രണ്ടും 80 മാർക്കിന് തന്നെ, +1 +2 80 മാർക്കിന് തന്നെയാണ് എക്സാം വരുന്നത്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 60 മാർക്കിനാണ് എക്സാം വരുന്നത്. നമുക്ക് എന്തുണ്ട്, പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. ഓക്കെ, 40 +1ൻ്റെയും +2ൻ്റെയും കൂട്ടിയിട്ട് 40 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ഉണ്ട്. ഓക്കെ, +1 നമുക്ക് ഒന്നിൻ്റെയും പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുന്നതല്ല, രണ്ടും കൂടിയിട്ട് കൂട്ടിയിട്ട് 40 മാർക്കായിട്ട് +2 പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഞാൻ ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഓക്കെ, ഇത്രയും ക്ലാസ്സസ് ആണ് ഈ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വരുന്നതാണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷ് 80 മാർക്കിനാണ് വരുന്നത്. ഇംഗ്ലീഷ് നമുക്ക് കുറച്ചും കൂടിയിട്ട് ഈസി വരുന്നത് +2ലാണ്. കാരണം നമുക്ക് നോർമൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, വുമൺ എംപവർമെൻറ്റ് അങ്ങനെ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് +2 പഠിക്കുന്നത്. +1 നമുക്ക് കുറച്ച് ഓരോ ചാപ്റ്റേഴ്സും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അതൊന്നും കുറച്ച് ടഫായിട്ട് തോന്നും. അതുപോലെ നമ്മുടെ 10 വരെ നമുക്ക് എക്സാം എഴുതിക്കൊണ്ടിരുന്ന പാറ്റേൺ അല്ല ഇംഗ്ലീഷ് +1 +2 വരുന്നത്. അതുകൊണ്ട് നമുക്ക് +1 ചിലപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ കുറച്ച് മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. +2 ആകുമ്പോൾ നമ്മളത് കവർ ചെയ്യും. പിന്നെ വരുന്ന സെക്കൻഡ് ലാംഗ്വേജ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, മലയാളത്തിനൊക്കെ നമുക്ക് ബിലോ ആവറേജ് ഉള്ളൊരു സ്റ്റുഡൻറ്റിന് പോലും, ഒരു ബിലോ ആവറേജ് ഒന്നും നമുക്കിപ്പോൾ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും ഒന്നും അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും മലയാളത്തിന് എന്താണ് 100 വാങ്ങിയാൽ എല്ലാവരും +1 +2 എന്താണ് 80നാണ്. ഇപ്പോൾ 80ന് 80. ഓക്കെ, ഇൻ്റർവ്യൂ കൂട്ടിയിട്ട് ഞാൻ 100 പറഞ്ഞതാണ്. 80 മാർക്കിനാണ് എക്സാം. 80ന് 80 എല്ലാവർക്കും വാങ്ങാനായിട്ട് സാധിക്കും. അത് നമുക്ക് നേരത്തെ കൂട്ടി പഠിക്കണമെന്ന് പോലും ഇല്ല. നമുക്ക് എന്താണ് നമ്മുടെ എക്സാം ടൈം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോറി മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് സബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെ ഒരു ഔട്ട്ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സബ്ജക്റ്റിനെ പറ്റിയിട്ട് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഏതാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, മാക്സിമം ഫിക്സ് ചെയ്ത് വെക്കുക. റിസൾട്ട് വന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരു ഇതിലിരിക്കാണ്ട് മാക്സിമം ഫിക്സ് ചെയ്ത് വെക്കുക, ഞാൻ ഇതാണ് എടുക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം പിന്നെ എന്താണ് നമ്മൾ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെയാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഷോർട്ടേജ് ഒക്കെ കാണാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് കിട്ടണം എന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് കിട്ടുന്നത് വരെ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം മാക്സിമം എന്താണ് +1 +2 നല്ലപോലെ പഠിക്കാൻ നോക്കുക. 10th വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എങ്ങനെ പഠിച്ചു എന്നുള്ളതിൽ കാര്യമില്ല. നമ്മൾ +1 +2 നല്ലപോലെ പഠിക്കാൻ നോക്കുക. കാരണം നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് മേഖലയിലേക്കായിരിക്കും ജോബ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു കൊമേഴ്സ് എന്താണ് നമ്മുടെ +1 +2 കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ നമുക്ക് നോക്കാം കൊമേഴ്സ് പഠിച്ചാലുള്ള എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അത് +2 കൊമേഴ്സ് പഠിച്ച് +1 +2 കൊമേഴ്സ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, +1 +2 നമ്മളിപ്പോൾ കൊമേഴ്സ് പഠിച്ചു. +2 കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഇനി ഡിഗ്രി എടുക്കാനാണ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് BCOMോ BBA ഒക്കെ ചെയ്യാവുന്നതാണ്. BCOM ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ BBA ചെയ്യാം. പിന്നെ നമ്മൾക്ക് ചിലർ BA എക്കണോമിക്സിലോട്ട് പോകാറുണ്ട്, BA എക്കണോമിക്സ് പോകാറുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിലൊക്കെ വേണമെങ്കിൽ ഡിഗ്രി എടുക്കാം. പിന്നെ നമുക്ക് BCOM കഴിഞ്ഞ് ഈ ACCA CA പിന്നെ CMA പിന്നെ വരുന്നത് ബാങ്ക് ബേസ്ഡ് ജോബ്സ്. ഓക്കെ, ഇതൊക്കെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ BCOM ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം CMA സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം, ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും BCOM കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. BCOM പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. എന്താണ് നമുക്ക് ജോലി കിട്ടും. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ അക്കൗണ്ടൻ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ജോലി കിട്ടും. ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ബെറ്റർ സാലറി ഉള്ളൊരു ജോബ് പഠിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ്. പിന്നെ എന്താണ് MCOM നല്ല ബെറ്റർ ഒരു ഓപ്ഷനാണ്. എന്താണ് BCOM പഠിച്ചതിന് ശേഷം MCOM പഠിക്കുക എന്നുള്ളത് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് എന്താണ് കൊമേഴ്സിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കൊമേഴ്സ് പഠിച്ചാൽ എങ്ങനെ ആയിപ്പോകും എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ.